ഹലോ എവ്രി വൺ, ഞാൻ റസീന നസ്രീൻ, പുത്തൂർ മഠം സ്പേസ് എഡ്യൂക്കേഷൻ സെൻറ്ററിൽ സോഷ്യൽ സയൻസ് ട്യൂട്ടറാണ്. നമുക്ക് നാളെ സോഷ്യൽ സയൻസ് എക്സാം ആണല്ലേ. സോ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിലാദ്യത്തെ ചോദ്യമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നത്. അതായത് വിജയനഗര കിങ്ഡത്തെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ളത്. അതുപോലെ തന്നെ വരുന്നൊരു ചോദ്യമാണ് മുഗൾ ഭരണത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നതും. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് മുഗളന്മാരുടെ മൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്ന്. ഈ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 3-4 മാർക്കിന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണിത്. പിന്നെ നമുക്ക് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യം വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 4 മാർക്കിനുള്ള ചോദ്യമായിരിക്കും വരാം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ കീ ഫീച്ചേഴ്സ് അഥവാ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിനോ അഥവാ ഓരോ മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് എന്നായിരുന്നു, അല്ലെങ്കിൽ ആദ്യ സമ്മേളനം എന്നായിരുന്നു എന്ന് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന വർഷമേത്, വെൻ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്ന ക്വസ്റ്റ്യൻസ് വരാം. ആ ഒരു ചാപ്റ്ററിൽ തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്താണ് അഥവാ ഫങ്ഷൻസ് ഏതെല്ലാം എന്നുള്ളത്. ഈ ഒരു ചോദ്യവും 5 മാർക്കിന് തന്നെയായിരിക്കും ചോദിക്കുക. നാലാമത്തെ ചാപ്റ്ററിൽ കുറച്ച് സോഷ്യൽ റിഫോമേഴ്സ് അഥവാ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ പേരും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ഈ നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന് വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.